ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തൊഴുക്കലിൽ നിന്നാണ്. കണ്ടായി തൊഴുക്കൽ നമ്മൾ നേരിട്ടിങ്ങനെ പോകുന്ന ഭാഗത്ത് തൊഴുക്കൽ എന്നൊരു പ്ലേസ് ഉണ്ട്. ഓക്കെ, ആ പ്ലേസിൽ നിന്നാണ് നമ്മൾ യാത്ര ആരംഭിച്ചിട്ടുള്ളത്. നമ്മൾ പോകാൻ പോകുന്ന പ്ലേസ് കൃഷ്ണ പോട്ടറിയാണ്. ഒത്തിരി പേർക്ക് അറിയാവുന്ന പ്ലേസ് തന്നെയാണ്. നമ്മൾ ട്രിവാൻഡ്രത്ത് നോക്കുമ്പോൾ തന്നെ നല്ലൊരു പോപ്പുലർ ആയിട്ടുള്ളൊരു പ്ലേസ് ആണ്. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് ഫ്രീ ആയിരുന്ന സമയത്ത് അവിടുത്തെ ഓഫീസിൽ ജസ്റ്റ് ഒന്ന് വിളിച്ച് കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ഒരു വീഡിയോ എടുക്കാൻ വന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ വീഡിയോ എടുക്കാൻ ക്ഷണിച്ചതാണ്. ഓക്കെ, അപ്പോൾ അങ്ങോട്ട് ഞാൻ ആസ്ക് ചെയ്തതാണ്. അപ്പോൾ എനിക്ക് കിട്ടിയത് ഇതാണ്. സോ അങ്ങനെ ഞാനിവിടെ ഒത്തിരി പ്രാവശ്യം എടുത്തിട്ടുണ്ട്. സോ ഞാൻ അവരുടെ നല്ലൊരു കസ്റ്റമർ ആയതുകൊണ്ടാണ് എനിക്ക് വീഡിയോ എടുക്കാൻ താല്പര്യം ഉണ്ടായിരുന്നത്. സോ ഒരു കണ്ടന്റിന് വേണ്ടിയാണ് എടുക്കാൻ വേണ്ടി പോകുന്നത്. സോ നമ്മളീ പോകുന്ന വഴി കുറച്ച് ചില ഭാഗങ്ങൾ തെറ്റാൻ ചാൻസ് ഉണ്ടാകും ഗൂഗിൾ മാപ്പ് നോക്കുമ്പോൾ പോലും. സോ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉപയോഗപ്രദമാകുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ ഈ പോകുന്ന ഭാഗം അത്രയും ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് കരുതിയത്. സോ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ അനിയനാണ്. അവൻ്റെ പേര് അജിനാണ്. അജിനാണ് ഈ വീഡിയോയിൽ നമുക്ക് ഫുള്ള് സപ്പോർട്ട് ചെയ്യുന്നത്, എല്ലാ വീഡിയോസും എടുത്ത് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓൺ ദ വേ ഇവിടെ അത്യാവശ്യം റോഡ് കുറച്ച് മോശമാണ്. കുറച്ച് ദൂരം, പണ്ടാണെങ്കിൽ ഫുള്ള് റോഡ് മോശമായിരുന്നു. ഇപ്പോൾ കുറച്ച് ദൂരം മാത്രമാണ് മോശമായിട്ടുള്ളത്, ബാക്കി ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കാണുന്ന വഴി തന്നെ പോവുക. ഇവിടെ ഫസ്റ്റ് ഒരു ഗേറ്റ് വേ ഉണ്ട്, കണ്ട അവിടെ കണ്ട ആ ഒരു പ്ലേസ് നമ്മൾ ഇനി കുറച്ചുകൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് രണ്ട് എൻട്രി കാണും ബോർഡ് വെച്ചിട്ട്. അപ്പോൾ രണ്ട് എൻട്രി ജസ്റ്റ് ഒന്ന് സൂക്ഷിക്കുക. ആദ്യത്തെ എൻട്രി അല്ല, ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഓൺ ദ വേ പോട്ടെ. നിങ്ങൾക്കിവിടെ നിങ്ങളുടെ കാറോ അല്ലെങ്കിൽ ബൈക്കിലൊക്കെ ആണെങ്കിൽ ചട്ടി കൊണ്ടുപോകാൻ കുറച്ച് പാടായിരിക്കും. ഇവിടെ കുറച്ച് പോകുന്ന വഴി കുറച്ച് കട കാണും. പക്ഷെ നമ്മൾ ഫസ്റ്റ് പോകുന്ന ആ പ്ലേസിൽ ഇപ്പോൾ മേടിച്ച് കഴിഞ്ഞാൽ അതൊരു ഫാക്ടറിയാണ്. അപ്പോൾ അവിടെ നമുക്ക് കുറച്ചൊക്കെ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടും. ഓക്കെ, സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവിടെ നിന്ന് മേടിക്കുന്നതായിരിക്കും ബെറ്റർ. ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു വളവുണ്ടാവും. ഈ വളവ് കഴിഞ്ഞിട്ട് നമുക്ക് ഫസ്റ്റ് ഒരു എൻട്രി ഉണ്ട്. ആദ്യം കാണുന്ന എൻട്രിയിൽ നിങ്ങൾ കയറരുത്. ഓക്കെ, ഇവിടെ രണ്ട് റോഡ് ഇവിടെ വെച്ച് തിരികെയാണ്. ഇവിടെ നിന്നൊരു എൻട്രി ഇപ്പോൾ ഉണ്ടാവും. നമ്മളിപ്പോൾ ജസ്റ്റ് ഇത് സെക്കൻഡ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും ചെയ്യുകയാണ്. ആദ്യം എനിക്ക് പോയപ്പോൾ വഴി തെറ്റിപ്പോയി. സോ അതുകൊണ്ടാണ് സെക്കൻഡ് വീഡിയോ ആയിട്ട് വീണ്ടും ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഒരു ബോർഡ് കാണും, കണ്ട ഈ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഒരു ബോർഡ് കാണും. ഈ ബോർഡിൽ നിങ്ങൾ കയറരുത്. സെക്കൻഡ് എൻട്രി നമുക്കൊരു ബോർഡ് കിട്ടും. ആ ഒരു പ്ലേസിൽ നിന്നാണ് നമ്മൾ മുന്നോട്ട് നമ്മൾ ചലിക്കേണ്ടത്. ഇവിടെ നിന്ന് അങ്ങോട്ട് തിരിയാൻ പറ്റും. ഇവിടെ നമുക്ക് ലെഫ്റ്റ് എടുക്കുക. ഈ റോഡ് അങ്ങ് സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ അവരുടെ ആ ഒരു പ്ലേസിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഓക്കെ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ കൃഷ്ണ പോട്ടറിയിലുള്ള എൻട്രി. ഈ ഒരു ഭാഗത്താണ് ഫുൾ അവരുടെ മണ്ണലായിട്ടിട്ടുള്ള പ്ലേസ്. അവിടെ അവർ ഇത് മാക്ക് ചെയ്യുന്ന പ്ലേസാണ്. കളിമണ്ണെല്ലാം റെഡിയാക്കി കൊണ്ടുവച്ചിട്ട് അതിനുശേഷം അവരുടെ ഒരു കുഞ്ഞൊരു ഓഫീസ് പോലുള്ള പ്ലേസാണ് ഈ ഒരു കാണുന്ന പ്ലേസാണ്. ഓഫീസ് പോലത്തെ ഒരു പ്ലേസ്. ഇതാണ് കൃഷ്ണ പോട്ടറിയുടെ മെയിൻ എൻട്രി. ഇവിടെ വന്നതിന് ശേഷം ആ ഒരു പ്ലേസിലാണ് കുറേ പാത്രം വെച്ചിട്ടുള്ളത്. പിന്നെ അവിടെ വെച്ചാണ് വാക്കി ഉണ്ടാക്കുന്നത്. പിന്നെ ഇതവരുടെ ഒരു കുഞ്ഞു ഓഫീസ് പോലത്തെ പ്ലേസാണ്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എത്തിയിട്ടുള്ളത് കൃഷ്ണ പോട്ടറിയിലാണ്. തൊഴുക്കലിനടുത്തുള്ളതാണ് ഈ പോട്ടറി വരുന്നത്. നമ്മളിതിൽ വരാനുള്ള റൂട്ടെല്ലാം നമ്മൾ കറക്റ്റ് വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഇവിടെ കറക്റ്റ് വരാൻ വേണ്ടി പറ്റും. നമ്മൾ ലൊക്കേഷനും കൂടെ ഗൂഗിൾ മാപ്പിൽ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്തിട്ടുണ്ടാവാം. എങ്ങനെ നമുക്ക് ഈ ക്ലേ പോട്ട്സ് എങ്ങനെ ഉണ്ടാക്കുന്നതിൻ്റെ മെത്തേഡ്സ് എല്ലാം ഇവർ കാണിച്ചു തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോയിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇവിടെ ഉള്ള പോട്ട്സിൻ്റെ എല്ലാത്തിൻ്റെയും വീഡിയോ നമ്മൾ ഫസ്റ്റ് നമുക്ക് ഇൻട്രോയിൽ കുറച്ച് കാണിച്ചു. അപ്പോൾ അതെല്ലാം നമ്മളിതിൽ ഓരോന്നായിട്ട് കറക്റ്റ് ഓരോന്നിൻ്റെ പാർട്സ് ആയിട്ട് എന്തൊക്കെ ഇവിടെ പോട്ട്സ് സെയിലിനുണ്ട് അതെല്ലാം നമ്മൾ കാണിക്കുന്നതായിരിക്കും. പിന്നെ എന്ത് ക്ലേ ആണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെയൊക്കെ ജസ്റ്റ് ഒരു ഇൻട്രോ പോലെ നമുക്ക് ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ തുടർന്ന് നമുക്ക് കുറച്ച് വീഡിയോസ് ആയിട്ട് ആഡ് ചെയ്യും. ഇവിടെ എന്തൊക്കെയാണ് സെയിലിനുള്ളത് അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഓരോ വീഡിയോ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നിങ്ങൾ വരുന്ന വീഡിയോസ് കാണാൻ വേണ്ടി ഇതിൻ്റെ അടുത്ത പാർട്സ് കാണാൻ വേണ്ടി നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക്സ് ഉണ്ടായിരിക്കും. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇവിടെയുള്ള ഓരോ പാത്രങ്ങളാണ് നമ്മൾ സെക്ഷനിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂജാസാണ്. ഇപ്പോൾ കൂജാസിൽ നമുക്ക് ഈ കൂജാസ് വന്നിട്ട് ചൂടാക്കാത്തതാണ്, വേവിക്കാത്തതെന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതിൽ വേവിച്ച് കഴിയുമ്പോഴാണ് അതിൻ്റെ കളർ ആ ഒരു കളറിലേക്ക് പോകുന്നത്. അല്ലേ, അത് പെയിൻറ്റ് അടിക്കുന്നില്ല, വേവിച്ചാൽ കഴിയുമ്പോൾ. ഓക്കെ, പിന്നെ ചെറിയൊരു പെയിൻറ്റ് അടിക്കുന്നതാണല്ലേ ഇതിൽ പെയിൻറ്റ് ഇല്ല. ഓക്കെ, അത് അറിയില്ല, അത് പറയാം നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ്. ഓക്കെ, ഇത് വന്നിട്ട് നമ്മൾ ഉണക്കാത്തതാണ്. ഇത് ഏകദേശം ഇനി ചൂടാക്കണം. അതാണ് ഈ കൂജാസ് ഇവിടെ നിറച്ച് വെച്ചിട്ടുള്ളത്. അത് മാത്രമല്ല ഇവിടെ ആദ്യം അച്ചിൽ ഇതെല്ലാം റെഡിയാക്കിയതിന് ശേഷം അച്ചിൽ വയ്ക്കുന്ന രീതിയൊക്കെ നമുക്ക് കാണിക്കുന്നതാണ് ഇനി. ഓക്കെ, അത് അവിടെ ഇരിപ്പുണ്ട്. അതൊക്കെ ഇത് ഓരോ ടൈപ്പിലുള്ളതാണ്. കുഞ്ഞു ചെടിച്ചട്ടികളും എല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ അത് ഈ ഒരു പാർട്ടിൽ വരികയാണെങ്കിൽ ഇവിടെയൊക്കെ പലതരത്തിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള പാത്രങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇത് ഇവിടുന്ന് ഇത് നമ്മുടെ കുടുക്ക ടൈപ്പാണ്. ഇതെല്ലാം കുടുക്കാന്നല്ലേ പറയുന്നത്. കണ്ട ഇതും കുറേ വെച്ചിട്ടുണ്ട് ഇവിടെ നിറച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചെടിച്ചട്ടി, നമ്മൾ ചെടികളൊക്കെ നടാൻ എടുക്കുന്ന ചെടിച്ചട്ടിയുടെ പല സെക്ഷനുണ്ട്. ഇനി ആ സെക്ഷനൊക്കെ നമുക്ക് അവിടെയും കൊണ്ട് കാണിച്ചു തരാം. അതിൻ്റെ പല ടൈപ്പുണ്ട്. പിന്നെ ഇവിടെ ഇരിപ്പുള്ള പല മോഡൽസ് ആയിട്ടുള്ള പാത്രങ്ങളെല്ലാം ഇവിടേക്ക് ഇരിപ്പുണ്ട്.
ഓക്കെ ഫ്രണ്ട്സ്, ഈ ഒരു പാട്ടിലും ഇത് നമുക്ക് കുറച്ചുകൂടെ ഉണങ്ങാത്തതാണ്, ഏകദേശം റെഡിയാക്കി വെച്ചിട്ടുള്ളത്. ഇനി കുറച്ചുകൂടെ ഉണങ്ങാനാണ്, അങ്ങനത്തെ പൂജകളാണ് ഇത്. പിന്നെ ഓരോന്നിൻ്റെ അടപ്പുകൾ, നമ്മൾ ചട്ടിയുടെ അടപ്പം, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ അത് അച്ചിൽ ഒരു ഉണങ്ങി ഏകദേശം റെഡിയാക്കി അതിൽ ഇളക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ് ഇതെല്ലാം മൺപാത്രങ്ങൾ തന്നെയാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാം. കുറച്ച് അതിന് വേറെ രീതിയിലുള്ളത് കുറച്ചുണ്ട്, മോഡൽസൊക്കെ ഉള്ളത് ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഈ ഒരു പാട്ടിലേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ വീണ്ടും വേറെ കുറേ ടൈപ്പ് പാത്രം. ഇത് നമ്മൾ ഓർക്കിഡിൻ്റെ ചെടിച്ചട്ടിയാണ് അടുത്ത ഈ ഒരു സെക്ഷനിൽ ഇപ്പോൾ ഉള്ള. ഇതൊക്കെ ഓർക്കിഡ് ചെടിച്ചട്ടി. ഇത് വേവിച്ചിട്ടില്ല, വേവിച്ച പാത്രം നമുക്ക് വേറെ കാണിക്കാം. ഇത് നമുക്ക് ഓർക്കിഡ് എന്ന് പറയാൻ കാരണം കണ്ടോ, ഇതിൽ കുഞ്ഞൊരു പൊത്തയുണ്ട്. അപ്പോൾ നമ്മൾ ഓർക്കിഡിൻ്റെ ഇത് നട്ടാനുള്ള പ്രത്യേകത എന്ന് പറയുമ്പോൾ വെള്ളം പിടിച്ചു വയ്ക്കുകയും ചെയ്യും, ആവശ്യത്തിന് ഹോൾ ഉള്ളതുകൊണ്ട് നല്ല രീതിയിലിരിക്കും ഒരു ഓർക്കിഡിൻ്റെ ചെടിച്ചട്ടി. പിന്നെ ഇത് ക്ലിക്കൂട് പോലത്തെ സാധനമാണ്, നല്ലതാ ഇത്, അങ്ങനത്തെ ഒരു സംഭവം. പിന്നെ അത് വേറൊരു കൊടുക്കുകയാണ്, കുറച്ച് വലിയ ടൈപ്പ്. പിന്നെ ഇവിടെ കുറേ ടൈപ്പുണ്ട്, ഇവിടെയൊക്കെ ഇരിപ്പുണ്ട് പാത്രം. ഇതിനെ കുറച്ച് മൂടി വെച്ചിട്ടുള്ളതാണ്, മഴ തന്നെ ഇരിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, ഇവിടെ കുറേ കിടപ്പുണ്ട് പാത്രങ്ങൾ. പിന്നെ ഇതൊക്കെ വേവിച്ചതാണ്, വേവിച്ച് ചെടിച്ചട്ടികൾ നമ്മുടെ പാത്രത്തിൻ്റെ അടപ്പുകളായിട്ട് വരും. ഓക്കെ, ഇനി പാത്രങ്ങൾ നമ്മൾ കാണിച്ചു തരാം. ഒരു പാടിൽ കുറേ ഇരിപ്പുണ്ട്. പിന്നെ ഇവിടെയൊക്കെ പലതരത്തിലുള്ളത് ചെടിച്ചട്ടികളുണ്ട്, കുഞ്ഞു ചെടിച്ചട്ടികളൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട് ഇതിലൂടെ കാണാൻ വേണ്ടി തന്നെ. ഇത് ചെടിച്ചട്ടി എന്ന് പറയാൻ പറ്റില്ല, അല്ല വെള്ളം ഇത് മറ്റേ മോരിൻ്റെ ഇല്ലടാ ഇത്. ഓക്കെ, നമ്മൾ മോരൊക്കെ കുടിക്കാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട് പല കടകളിലുള്ളത്. ഓക്കെ, ഇതെല്ലാം വേവിച്ച് വെച്ചിട്ടുള്ള ചെടിച്ചട്ടികളാണ്, നല്ല രസമല്ല ഇതിലൂടെ കാണാം. ഇവിടെ കുറേ ഉണ്ട്. ഇത് വന്നിട്ട് നമ്മൾ മറ്റേ ഇത് കത്തിച്ച് വയ്ക്കുന്നതല്ലടാ, തിരി കത്തിച്ച് വയ്ക്കുന്നതാണ്. തിരിയെല്ലാം മറ്റേ ഇതിന് വേണ്ടി എടുക്കുന്നതാണ്, പോക്കാൻ വേണ്ടി കൊടുക്കില്ലേ, അതുപോലത്തെ അതൊക്കെ വേണ്ടിയാണ് അതിൻ്റെ. പിന്നെ ഈ ഒരു പാട്ട് ഇവിടെ കുറേ വേറെ ചെടിച്ചട്ടിയാണ്. പിന്നെ മോഡൽസ് ആയിട്ടുള്ള കുറച്ച് ചെടിച്ചട്ടീസൊക്കെ ഉണ്ട്, അതിൻ്റെ കുറേ ചെടിച്ചട്ടി ഇവിടെ ഉണ്ട്. ഇത് നമുക്ക് വേറെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കാം, ഞാൻ ചലിക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് അടുത്ത മീൻ ചട്ടിയുടെ സെക്ഷൻ ഉണ്ട്. ഇതാണ് നമ്മുടെ ഇവിടെ ഉള്ള മീൻ ചട്ടികളുണ്ട്, പലതരത്തിലുള്ള മീൻ ചട്ടീസ് ഉണ്ട്, പല മോഡൽസിലുള്ളതുണ്ട്. പിന്നെ അതുപോലെ കുക്കിങ്ങിൻ്റെ ബേസ് ആയിട്ടുള്ളതാകുമ്പോൾ നമുക്ക് ഇതുണ്ട്. പിന്നെ വേറെ ടൈപ്പ് കുറച്ച് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പാട്ടിലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മുടെ ഇങ്ങനത്തെ ചെടിച്ചട്ടികൾ നമ്മളിങ്ങനത്തെ പാകം ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ചട്ടികളിലെ കൂട്ടത്തിൽ വരും. ഇതൊക്കെ അങ്ങനെ വരുന്നില്ല ഇത്. പിന്നെ ഇതിന് നമുക്ക് അടപ്പുണ്ട്. അടപ്പ് നമ്മളിത് മേടിച്ച് കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് മേടിക്കുന്ന അടപ്പ്. ഓക്കെ, അടപ്പും കൂടെ വെച്ചിട്ടുള്ള ഒരു പാത്രം ഇവിടെ ഇരിപ്പുണ്ട്. ഇത് വേവിച്ചിട്ടില്ല, അല്ല അത് പാത്രമല്ല, ഇതാണ് അടപ്പ് വരുന്ന പാത്രം. ഇതാണ് കണ്ടത്, ഇതിനെ നമുക്ക് വേവിച്ചിട്ടാണ് ഇതിനെ നമ്മളിങ്ങനെ ആക്കി എടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ തന്നെ കുറേ പലതരത്തിലുള്ള അടപ്പുകളുണ്ട്. പിന്നെ കുഞ്ഞു പോട്ടുണ്ട്, നമുക്ക് നല്ല രീതിയിലുള്ള കലാപരമായിട്ടുള്ള പോട്ട്സ്. പിന്നെ ഇവിടെ ഇരിപ്പുണ്ട് ഇത്. പിന്നെ ഈ ഒരു സെക്ഷൻ നോക്കാനുണ്ട്, ഇങ്ങനത്തെ കുറച്ച് വിളക്കിൻ്റെ. ഓക്കെ, വിളക്കിൻ്റെ ഇതൊക്കെ ഒരു നല്ല രീതിയിലുള്ള കുറച്ചുണ്ട്, അത് അവിടെ അപ്പുറത്തിരുന്ന് ഇടാം നല്ല രീതിയിലുള്ള വിളക്ക്. ഓക്കെ, അപ്പോൾ ആ ഒരു ഭാഗത്ത് പോയിട്ട് അത് കാണിച്ചു തരാം, അടുത്ത വിളക്ക് വരേണ്ടത്. ഓക്കെ, ഇതൊക്കെ കുറച്ച് നന്നായിട്ടിരിപ്പുണ്ട്. കണ്ട, ഇവിടെ വിളക്കിൻ്റെ ഒക്കെ ഉണ്ട്. ഇതെല്ലാം നല്ല ഫിനിഷിംഗ് ആയിട്ട് വെച്ചിട്ടുള്ളതാണ് കണ്ട ഈ ഒരു ഭാഗത്ത്. ഓക്കെ, ഇവർ കുറേ ഏകദേശം വച്ചിട്ടുണ്ട്, ഇപ്പോൾ കുറേയൊക്കെ സ്റ്റോക്കൊക്കെ പോയി, അതുതന്നെ ഇരിപ്പുള്ള ടൈമാണ് ഇപ്പോൾ. ഈ ഒരു പാത്രമാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കളിമൺ ഫാക്ടറിയിൽ എത്തിയിട്ടുണ്ട്. കളിമണ്ണല്ല, നമ്മുടെ പോട്ടൊക്കെ ഉണ്ടാക്കുന്ന ഫാക്ടറി, നമ്മുടെ കൃഷ്ണ പോട്ടറി. ഓക്കെ, അവിടെ എത്തിയപ്പോൾ നമുക്കത് ഈ ഒരു മണ്ണിൽ നിന്നാണ് നമ്മൾ ഈ കാണുന്ന എല്ലാ ചെടിച്ചട്ടികളും ഉണ്ടാക്കുന്നത്. ഓക്കെ, ഈ ഒരു മണ്ണിൻ്റെ പ്രത്യേകത കളിമണ്ണാണ്. തൊട്ടാൽ നമുക്ക് ഒരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ പ്രസ്തായി കണ്ട ഇങ്ങനെ വരുന്ന മണ്ണാണ്. ഈ ഒരു മണ്ണ് ഇവിടെ നിറച്ചുണ്ട്. ഈ മണ്ണിൽ നിന്നാണ് ഇവരിതിനെ മണ്ണിന് പലയിടത്തുനിന്ന് മേടിച്ചിട്ട് അവിടെ നിന്ന് ഇറക്കിയിട്ടാണ് നമ്മൾ ഇതുപോലെ കാണുന്ന പോട്ട്സ് എല്ലാം ഉണ്ടാക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഫസ്റ്റ് എടുക്കുന്ന അവിടെ കാണിച്ചിട്ടുള്ളത്, നമ്മൾ ആ ചെളിയുടെ ഭാഗം കാണിച്ചിട്ടുള്ളത് ഇവിടെ കാണിക്കുന്ന ഈ ഒരു ഭാഗത്ത് ഇട്ടിട്ടുള്ള ഈ ചെളികളെല്ലാം നമുക്ക് അവിടെ നിന്ന് കൊണ്ടുവന്നതിന് ശേഷം, നമ്മൾ നോർമലുള്ള മണ്ണല്ല, വേറൊരു തരത്തിലുള്ള മണ്ണാണ്. ഈ മണ്ണ് നമ്മൾ എടുത്തതിന് ശേഷം ഈ ഒരു ഇൻസ്ട്രുമെൻറ്റിൽ നമ്മളിവിടെ വച്ചതിന് ശേഷം അവിടെ ചെളി ഇങ്ങനെ വെച്ചിട്ട് അരച്ചെടുക്കും. ആ ചെളിനെ അരച്ച് നമ്മളിങ്ങനെ റെഡിയാക്കി എടുത്തതിന് ശേഷം ഇതിനെ കൊണ്ടുപോയിട്ടാണ് നമ്മൾ അവിടെ വെച്ചുകൊണ്ട് നമ്മൾ അടുത്ത ചെടിച്ചട്ടി ആ ഒരു പാർട്ടിൽ വെച്ചുകൊണ്ട് അവർ ചെടിച്ചട്ടി ആക്കി, അല്ലെങ്കിൽ നമുക്ക് എന്തുവാണോ മോൾഡ് അതിൽ വെച്ചിട്ട് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തേഡ് രീതിയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇതവിടെ ഇത്രയും വലിയ മോട്ടറും ബാക്കി സജ്ജീകരണങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ വെച്ചതിന് ശേഷം ഇതിനെ റോൾ ചെയ്യും. ഇത് റോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെയെല്ലാം നിറച്ച് ചെടിച്ചട്ടികളെല്ലാം ഇരിപ്പുണ്ട്. ഇതുപോലെ എല്ലാ ചെടിച്ചട്ടികളാവുന്ന ഇതുപോലെ നമുക്ക് ഫസ്റ്റ് ക്ലേ അരച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും വലിയ ഒരു ഇത് വെച്ചിട്ടാണ് അവിടെ ക്ലേ അവർ റെഡിയാക്കി എടുക്കുന്നത്. അങ്ങനെ എന്നിട്ട് അരച്ച് റെഡിയാക്കി സൂപ്പറാക്കി എടുത്തതിന് ശേഷമാണ് ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് ആ രീതിയാക്കുന്നത്. നമ്മളിവിടെ നിൽക്കുമ്പോൾ അറിയാനുണ്ട് അതിൻ്റെ ഒരു അത്ര വലിയൊരു ഇൻസ്ട്രുമെൻ്റാണ്. നല്ല ഡിസ്റ്റൻസ് വെച്ചിട്ടാണ് നല്ല വലിയ മോട്ടറൊക്കെ വെച്ചാണ് ഇതെല്ലാം സെറ്റ് ആവുന്നത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ടതിന് ശേഷമാണ് ബാക്കി എല്ലാവരും മോൾഡെല്ലാം റെഡിയാക്കി ഉണ്ടാക്കിയെടുക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്പോട്ടിൽ വെച്ചിട്ടാണ് അവർ നമ്മുടെ ഇതിനെ ഉണക്കാൻ വേണ്ടി ജസ്റ്റ് ആദ്യം നമ്മൾ കണ്ടതുപോലെ അരച്ചെടുത്ത രീതിയിൽ ചെളിയെ ഇവർ ഇതുപോലെ കുഞ്ഞു പാത്രങ്ങളാക്കാൻ വേണ്ടി മോൾഡുകളിലൂടെ ആക്കിയെടുക്കും.
ഓക്കെ, അതാണ് ഇപ്പോൾ നമ്മൾ എങ്ങനെ ആക്കിയെടുക്കുന്നത്. നമുക്ക് റൗണ്ടിൽ ഇങ്ങനെ ചെളി വെച്ച് റൗണ്ട് ചെയ്ത് റോൾ ചെയ്തെടുത്താണ് ഇതിനെ ആക്കിയെടുക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ആക്കിയെടുത്തതിന് ശേഷമാണ് ഇതിനെ കൊണ്ടുപോയി പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി നമുക്കിതിനെ ചൂടാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് വെച്ച് അരയ്ക്കുന്ന ചെടിച്ചട്ടി, അതിന് ശേഷം നമ്മൾ എല്ലാ പ്രോസസ്സും കഴിഞ്ഞതിന് ശേഷം ഈ ചെടിച്ചട്ടികളെ നമുക്ക് വേവിച്ചെടുക്കണം. ഓക്കെ, ഇത് കിട്ടി. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വേവിച്ചെടുക്കാൻ വേണ്ടി പോകുന്ന പാട്ടാണ് ഈ ഒരു ഭാഗം. ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് അതിനുശേഷം നമ്മുടെ ചെടിച്ചട്ടികളെ വേവിക്കേണ്ട ഒരു പാട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്ലേസിൽ കണ്ട ഇതിൻ്റെ അടിയിൽ ഇവർ ചൂടാക്കി കണ്ട ഈ ഒരു മെത്തേഡ് ഉണ്ട്. ഇവിടെ ഇങ്ങനത്തെ ഒരു പ്ലേസിൽ വെച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാമെന്ന് വെച്ചിട്ടുണ്ടാകും. കാരണം എൻ്റെ മുകൾ ഭാഗം. ഓക്കെ, എൻ്റെ പുറത്തേക്ക് അറിയാൻ പറ്റില്ല. ഓക്കെ, ചൂള, ഇതാണ് ചൂള എന്ന് പറയുന്ന പ്ലേസ്. ഓക്കെ, അപ്പോൾ ചൂളതാ ഈ ഒരു പാട്ടിതാ അതിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് നോക്കേണ്ട ചൂളയുടെ വേറൊരു പോർഷനാണിത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പാട്ടിൽ കൊണ്ടുവച്ചിട്ടാണ് നമ്മളതിൻ്റെ തീ കത്തിക്കുന്ന പാർട്ട്. അതുകൊണ്ട് ഈ ഒരു പോർഷനിൽ വെച്ചിട്ടാണ് ചൂളയ്ക്കകത്ത് നമ്മൾ ഇതിൻ്റെ ഇവിടെ നിന്നാണ് നമ്മൾ ആവശ്യമുള്ള വിറകോ അതുപോലെ ഇവിടെ വിറകൊക്കെ കിട്ടുന്നുണ്ട്. ഈ വിറകെല്ലാം ഇവിടെ നിന്ന് വെച്ച് കത്തിച്ച് ആണ് നമ്മളിതിനെ വേവിച്ചെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് വേവിച്ചെടുക്കുന്നതാണ് നമുക്ക് ചെടിച്ചട്ടികളായിട്ട് മാറുന്നത്. പിന്നെ അതാ ചെടിച്ചട്ടീസ് അവിടെയൊക്കെ കുറേയൊക്കെ കിടപ്പുണ്ട് ചെടിച്ചട്ടികളതാ. ഓക്കെ, ഈ ഒരു സൈഡിൽ നമ്മൾ കുറേ വച്ചിട്ടുള്ള ചെടിച്ചട്ടികളാണ് കണ്ടോ. ഇതിനെല്ലാം പല മെത്തേഡിൽ ഇവിടെയൊക്കെ വെള്ളം തന്നെ ഇരിപ്പുള്ളത് കുറേ ഉണ്ട് കണ്ടോ. ആ ഒരു പാടിലും കുറേ വച്ചിട്ടുണ്ട്. ഇതെൻ്റെ അകത്തുള്ള പോർഷനാണ്. ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് തിരിച്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോഴാണ് ഈ ഒരു സൈഡിൽ നമ്മുടെ ഈ ഒരു ലൊക്കേഷൻ. ഈ ഒരു ലൊക്കേഷൻ അതിൻ്റെ അകത്താണ് എല്ലാ ചെടിച്ചട്ടികളും. ചെടിച്ചട്ടി ആയി വരുന്ന പ്രോസസ്സ് മെയിനായിട്ട് നടക്കുന്നത് എല്ലാ പ്രോസസ്സും കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ മോൾഡെല്ലാം ക്ലിയർ ആക്കി ഇപ്പം നമുക്കതിൽ വൃത്തിയാക്കുന്ന മെത്തേഡെല്ലാം കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന ഒരു മെത്തേഡാണ് ഈ ഒരു പാർട്ട്. ഈ ഒരു പാർട്ടിൽ വെച്ചിട്ടാണ് നമുക്ക് ഈ ചെടിച്ചട്ടി അവിടെ നിന്ന് ആക്കിയെടുക്കുമ്പോൾ ഈ ഒരു ലെവലിൽ വരും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ എത്തിയിട്ടുണ്ടായിരുന്ന പ്ലേസ് കൃഷ്ണ പോട്ടയാണ്. നമ്മുടെ പ്ലേസിലേക്ക് ഇവിടെ നിറച്ച് ചെടിച്ചട്ടികളും ബാക്കിയുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് ഡയറക്റ്റ് ഒന്ന് മേടിക്കാം. നമ്പറിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതുപോലെ മറ്റു വീണ്ടും കാണാം. ബൈ ബൈ.